ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഗാലക്സി നിങ്ങൾക്ക് അറിയിക്കുക, നമ്മുടെ ഗാലക്സി S25 സീരീസ് ഇറങ്ങിയപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വന്നേക്കുന്നതാണ് നമ്മുടെ One UI 7. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ഇനി ബാക്കി വരാൻ പോകുന്ന ഡിവൈസുകൾക്ക്, അതായത് S22, S23, S24 ഒക്കെ ഡിവൈസുകൾക്ക് എപ്പം നമുക്ക് ഈ One UI കിട്ടുന്ന കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. ആക്ച്വലി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സാംസങ് തന്നിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ അതർ S സീരീസ് ഫോണുകൾക്കും ബാക്കിയുള്ള എലിജിബിൾ ഡിവൈസുകൾക്കും ഇപ്പോൾ One UI വരുന്നതാണ് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഒരു ആർട്ടിക്കിളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ ഗാലക്സി S24 സീരീസുകൾക്ക് നമ്മുടെ ഈ One UI 7 സ്റ്റേബിൾ വെർഷൻ റോൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതിനുശേഷം നമ്മുടെ S23 സീരീസുകൾക്കും അതിനുശേഷം S20 സീരീസുകൾക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ S23 അൾട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മാർച്ച് മാസത്തിൽ എന്തായാലും One UI 7 സ്റ്റേബിൾ വെർഷൻ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ചിലപ്പോൾ നമ്മുടെ S24 സീരീസിന് ലോഞ്ച് റിലീസ് ചെയ്യുന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ക്വിക്ക് ടൈമിലുണ്ടുള്ള ചിലപ്പോൾ ഒരാഴ്ചയിലുള്ള തന്നെ ചിലപ്പോൾ S23 സീരീസുകൾക്കും ഇത് റോൾ ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഡിവൈസുകൾക്കാണ് ഈ One UI 7 കിട്ടുന്നത് എലിജിബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെ സാംസങ് ഫോണുകൾക്കാണ് One UI 7 കിട്ടുന്നത്, അതായത് ഏതൊക്കെ സാംസങ് ഫോണുകൾക്കും ടാബുകൾക്കുമാണ് One UI 7 എലിജിബിൾ ആയിട്ടുള്ളത് നോക്കി. അപ്പോൾ ഗാലക്സി S സീരീസുകൾക്കുള്ളിൽ S24 കിട്ടും, S23 കിട്ടും, S22, S21. അപ്പോൾ ഇൻക്ലൂഡിങ് FE സീരീസ്, S21 വരെയുള്ള FE സീരീസുകൾക്കും മുഴുവൻ നമുക്ക് One UI 7 സപ്പോർട്ട് കിട്ടും കേട്ടോ. Z സീരീസുകൾക്ക് നോക്കുകയാണെങ്കിൽ Z Fold 6, Fold Flip 6, Fold 5, Flip 5, Fold 4, Flip 4, Fold 3, Flip 3 ഇതെല്ലാത്തിനും ഈ Z സീരീസുകൾക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഗാലക്സി A സീരീസുകൾക്കും കിട്ടുന്നുണ്ട്. A73, A55, 54, 53, 35, 34, 33, 25, 24, 23, 15, 14, 05, 05S. പിന്നെ M സീരീസുകൾക്ക് കിട്ടുന്നുണ്ട്. M55, M54, M53, M35, M34, M33, M15. പിന്നെ F സീരീസുകൾക്കും കിട്ടുന്നുണ്ട്. F55, F54, F34, F15. അതുപോലെ തന്നെ ഇനി ടാബുകൾക്ക് ഏതൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നതാണ് സാംസങ്ങിൻ്റെ ടാബ്. അപ്പോൾ എൻ്റെ S9 ടാബാണ്. അപ്പോൾ S9 ടാബുകൾക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഗാലക്സി S9, S9 പ്ലസ്, S9 അൾട്ര, S9 FE, S9 FE പ്ലസ്, ടാബ് S8, S8 പ്ലസ് അൾട്ര, ടാബ് A9, A9 പ്ലസ്, ടാബ് S6 ലൈറ്റ്, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ One UI 7 അപ്ഡേറ്റ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ One UI 7 വരുമ്പോൾ നമുക്ക് അതിൽ കുറേ അപ്ഡേറ്റ്സുകൾ വരുന്നത്. അതായത് നമുക്ക് കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്, AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ആനിമേഷൻസ് ഭയങ്കര ബട്ടർ സ്മൂത്ത് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതുവരെയായിട്ട് റിവ്യൂ വന്നേക്കുന്നത് തന്നെ One UI 7 ആയിരിക്കും എന്താ പറയുക സാംസങ്ങിൻ്റെ One UI ഏറ്റവും ബെസ്റ്റ് UI വേർഷൻ എന്നൊക്കെയാണ് ആക്ച്വലി ഇപ്പോൾ റിപ്പോർട്ട് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി One UI 7 അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ ആക്ച്വലി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് വിളണം.